പല റോഡുകളും ഡിസൈൻ ചെയ്യുന്നത് ഗൂഗിൾ മാപ്പ് നോക്കി. എഞ്ചിനീയർമാർക്ക് റോളില്ല. വിമർശനം ഉന്നയിച്ച് ഗതാഗത മന്ത്രി. പാലക്കാട് കല്ലടിക്കോട് ദേശീയപാതയിൽ ലോറി പാഞ്ഞുകയറി 4 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിൽ വിമർശനമുന്നയിച്ച് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ദേശീയപാത ഡിസൈൻ ചെയ്യുന്നത് പലപ്പോഴും കോൺട്രാക്ടർമാർ ഗൂഗിൾ മാപ്പ് നോക്കിയാണെന്നും ഇന്ത്യയിലെ റോഡുകളിൽ പലതും അശാസ്ത്രീയമാണെന്നും അദ്ദേഹം വിമർശിച്ചു. റോഡ് നിർമ്മിക്കേണ്ട സൈറ്റിലെത്തി നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് റോഡ് ഡിസൈൻ ചെയ്യേണ്ടത്. ബ്ലൈൻഡ് സ്പോട്ടുകൾ കണ്ടെത്തി ലിസ്റ്റ് തരാൻ ആവശ്യപ്പെടുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പലയിടത്തും ഹൈവേ നിർമ്മിക്കാൻ വരുന്ന എഞ്ചിനീയർമാർക്ക് റോളില്ലാത്ത അവസ്ഥയാണെന്ന് തോന്നുന്നു. നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന പുറത്തുള്ള കമ്പനികളുടെ കോൺട്രാക്ടർമാരുടെ ഡിസൈനിലാണ് പലയിടത്തും നിർമ്മാണം നടക്കുന്നത്. ലോകബാങ്കിൻ്റെ റോഡുകൾ പോലെ പ്രാദേശിക എഞ്ചിനീയർമാരെയോ പ്രാദേശിക ജനപ്രതിനിധികളെയോ കണക്കിലെടുക്കാറില്ല. ഗൂഗിൾ മാപ്പ് വഴി റോഡ് ഡിസൈൻ ചെയ്ത ശേഷം പണം നൽകുകയാണ് ചെയ്യുന്നതെന്ന് ഗണേഷ് കുമാർ വിമർശിച്ചു. ഡിസൈൻ ചെയ്യുന്ന റോഡരികിൽ വീടുണ്ടോ, വീട്ടിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയുണ്ടോ എന്നിവ കണക്കിലെടുക്കാറില്ല. റോഡ് നിർമ്മിക്കേണ്ട സൈറ്റിലെത്തി നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് റോഡ് ഡിസൈൻ ചെയ്യേണ്ടത്. റോഡിലെ വളവുകളിലെ കയറ്റം, ഇറക്കം എന്നിവയൊന്നും പരിഗണിക്കാറില്ല. ലോകബാങ്ക് നിർമ്മിക്കുന്ന റോഡുകളിൽ KSTPക്കോ PWD എഞ്ചിനീയർമാർക്കോ യാതൊരു പങ്കുമില്ല. വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്താനായി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസുമായി സംസാരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ബ്ലൈൻഡ് സ്പോട്ടുകൾ കണ്ടെത്തേണ്ട ചുമതല മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റിനാണ്. ഒരു ലിസ്റ്റ് തരാൻ PWD ആവശ്യപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. പനയമ്പാടത്തെ കാര്യം തൻ്റെ ശ്രദ്ധയിൽ വന്നിരുന്നുവെങ്കിൽ അതിൽ ഇടപെടുമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു.